ടീച്ചിങ് മെത്തേഡ്സിന് ശേഷം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തഡോളജിയാണ്. സോ ടീച്ചിങ് മെത്തഡോളജിയിൽ എന്തൊക്കെ വരിക നോക്കാം. സോ ഒന്നാമത്തെയാണ് മെത്തഡോളജി മീൻസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നാമത്തെയാണ് ദ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ അഥവാ നമ്മുടെ ഒരു ഫോർമൽ രീതി എന്ന് പറയുന്നത് ആക്ച്വലി ഇത് തന്നെയാണ്, ലെക്ചർ മെത്തേഡ് തന്നെയാണ്. സോ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ്സ് എ ഫോർമൽ ഓർ സെമി ഫോർമൽ ഡിസ്ക്ലോഷർ ആണ്, വിച്ച് the instructor presents a series of events, facts, principles, etc., explores a problem and explain the relationship. ഒന്നുമില്ല, ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ഫോർമൽ അഥവാ ഇൻഫോർമൽ ഒരു സെമി ഫോർമൽ ആയിട്ട് എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ, അതായത് പുതിയ ഫാക്റ്റുകളാവാം അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തതിന്റെ റിസൾട്ടുകളാവാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ആണെങ്കിൽ ടീച്ചറാണ് പറഞ്ഞു കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ലെക്ചർ മെത്തേഡ് എന്ന് പറയാം. അതായത് ബേസിക്കലി ടീച്ചർ സെന്റർഡ് മെത്തേഡ്. അതായത് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, കുട്ടികൾ അത് കേട്ട് മനസ്സിലാക്കുന്നു. അതന്നെയാണ് എന്ത് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ക്ലാസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അവരുടെ വ്യൂ പറയാം. അതായത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള നിലയ്ക്കല്ല, ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷം മനസ്സിലായിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. ആൻഡ് ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുകയാണെങ്കിൽ, കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം പറയാം. അത് ബേസിക്കലി ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചർക്കാണ് റോള് ലെക്ചർ മെത്തേഡിൽ. കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രം ആണ്. ബേസിക്കലി ടീച്ചർ എന്താണ് ക്ലാസ് എടുക്കും, കുട്ടികൾ ജസ്റ്റ് കേക്ക് മാത്രമാണ് കേട്ടോ. ഇവിടെ ടീച്ചർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, സബ്ജക്റ്റിൽ നല്ല മാസ്റ്റർ ഒക്കെയാണ്. ആൻഡ് കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, കുട്ടികൾ പാസീവ് ആയിട്ട് ജസ്റ്റ് കേട്ടിരിക്കൽ മാത്രമാണ് വരിക. ഇതിന്റെ യൂസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ ലെക്ചർ മെത്തേഡ് മനസ്സിലാക്കിക്കോളുക. ടീച്ചർ ക്ലാസ് എടുക്കും, കുട്ടികൾ അത് കേട്ടിരിക്കും, ടീച്ചർ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും, ക്ലാസ് എടുത്തത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഉത്തരം പറയാം. ആൻഡ് കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം. സിമ്പിളായിട്ട് ലെക്ചർ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം പിന്നെ അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് കുട്ടികൾക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ. അത് പുതിയൊരു കാര്യത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെ എന്താണ് ലെക്ചർ മെത്തേഡ് നല്ലത്. ഇപ്പൊ നമ്മളൊരു കോളേജിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ തരും അല്ലേ. എന്താണ് ഈ ക്യാമ്പസ് എങ്ങനെ തുടങ്ങിയതാണ്, എന്നാണ് അതിന്റെ ആൾക്കാരെ കണ്ടിരുന്നത്, ആരാണ് തുടങ്ങിയത്, എന്നാണ് അതിന്റെ വർഷം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹെഡുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും റിസൾട്ടിന്റെ ഒക്കെ അവസ്ഥ, അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പറഞ്ഞു കൊടുക്കും. അവിടെയൊക്കെ ലെക്ചർ മെത്തേഡ് ജസ്റ്റ് പറയല്ലേ വേണ്ടു. സോ അവിടെയൊക്കെ നമ്മൾ ലെക്ചർ മെത്തേഡാണ് ഉപയോഗിക്കുക. സോ ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും. ദെൻ ഒരു പുതിയ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഡയറക്ഷൻസ് കൊടുക്കാൻ, എന്താ പറയുക, ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു വഴി കാട്ടാനുള്ള സാധനങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, ഇതിനൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാം. ഒരു ഡെമോൺസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ നമുക്ക് ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കാം. അതേപോലെ പ്രിൻസിപ്പൽസ്, റൂൾസ്, റെഗുലേഷൻസ്, ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ. ദെൻ ഒരു എന്താ പറയുക, സമ്മറി കൊടുക്കാൻ, അതായത് ഒരു കൺസെപ്റ്റിന്റെ സമ്മറിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനൊക്കെ നമുക്ക് ബേസിക്കലി എന്ത് ഉപയോഗിക്കാം, ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കാം. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ടീച്ചർ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾ കേൾക്കുക. അതിന്റെ യൂസ് കേസസ് ഇവിടെ നിന്ന് അറിയാം. സിമ്പിളാണ്, കുറച്ച് അതായത് ഓറിയന്റേഷൻ പോലെ പറഞ്ഞു കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പുതിയ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ, ഇതിനൊക്കെ നല്ലതാണ് എന്ത് ഈ പറയുന്ന മെത്തേഡ്സ്. അതായത് ടീച്ചിങ് സെന്റേർഡ് അഥവാ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിലോ, വൺ വേ കമ്മ്യൂണിക്കേഷൻ. ടീച്ചർ പറയുന്നു എന്നല്ലാണ്ട് കുട്ടികളുടെ അപ്പം തന്നെ എടുക്കുന്നില്ല, കുട്ടികൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അഭിപ്രായം പറയുന്നത്. സോ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് സ്കിൽ ടീച്ചിങ് ആണെങ്കിൽ ഇത് പറ്റില്ല. കാരണം ഒരു സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലെക്ചറിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സ്കില്ലൊക്കെ ആകുമ്പോൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കണം. സോ സ്കിൽ ടീച്ചിങ്ങിന് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സ്റ്റുഡന്റ് എന്താണ്, പാസീവ് ആണ്. കാരണം സ്റ്റുഡന്റിന് റോളില്ല, സ്റ്റുഡൻറ് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സോ സ്റ്റുഡൻസിനെ പാസീവായിട്ട് വളർത്തുകയാണ്. ആൻഡ് ഗേജിങ് ദ സ്റ്റുഡൻസ് റിയാക്ഷൻ, അതായത് സ്റ്റുഡൻസിന്റെ റിയാക്ഷൻ മീൻസ് അറ്റൻഷൻ. ഒരു ലെക്ചർ മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡിലേക്ക് ഒരു കുട്ടിയുടെ അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, കുട്ടികളുടെ പാസീവാണ്, കുട്ടികളുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടികൾ വെറുതെ ഇരിക്കുകയാണെന്നുള്ളതുകൊണ്ട് തന്നെ അവരെ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ എടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ആക്ടിവിറ്റീസ് ക്ലാസ്സിലേക്ക് വരില്ല. ആൻഡ് ഹൈലി സ്കിൽഡ് ഇൻസ്ട്രക്ടർ ആയിരിക്കണം. അതായത് ടീച്ചിങ് നമുക്കറിയാം ഹൈലി സ്കിൽഡ് വേണ്ടൊരു പരിപാടിയാണ്. സോ ഹൈലി സ്കിൽഡ് ടീച്ചർ ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ലെക്ചർ മെത്തേഡിൽ വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, ഡിസ്കഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട്, ഡിസ്കഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ആൻഡ് അതിന്റെ മേജർ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, കുട്ടികൾക്ക് മനസ്സിലായ കൺസെപ്റ്റ് ഒരിക്കലും മറക്കില്ല. കാണാപ്പാഠം പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് എവിടെ വരില്ല, നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വരില്ല. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് ലിസൺ ടു അതേഴ്സ് ഒപ്പീനിയൻസ്, എക്സ്പ്രസ് ദർ ഐഡിയാസ്. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയുന്നു. ടീച്ചേഴ്സും ഇതേ പോയിന്റുകളിൽ ഡിസ്കഷൻസ് നടത്തുന്നു.
സ്റ്റുഡൻസും അതേപോലെ തന്നെ ഇപ്പോൾ ഈ കേൾക്കുന്ന ഓരോ പോയിന്റ്സ് സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. സ്റ്റുഡൻസ് അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ലേണേഴ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആണ്. കാരണം എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലേണേഴ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആണ്. നമുക്ക് റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുക. ആ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ദെൻ ക്രിയേറ്റിവിറ്റി, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ക്രിയേറ്റിവിറ്റി വരും. ആൻഡ് തിങ്കിങ് എമംഗ് സ്റ്റുഡൻസ്, നല്ലൊരു രീതിയിലുള്ള ചിന്താശക്തിയും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ നല്ല മെത്തേഡാണ് ഇത് ഡിസ്കഷൻ മെത്തേഡ്. ബേസിക് ആയിട്ട് ആലോചിച്ചുള്ള കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഒപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഡിസ്കഷൻ മെത്തേഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം കുട്ടികൾക്ക് എന്ത് ചെയ്യാം, സ്വമേധയാ പഠിക്കാം, ഇത് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. എന്നാൽ അങ്ങനെ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾ മറക്കാറില്ല എന്നാണ് ആക്ച്വലി ഒരു സർവേ പ്രകാരം പറയുന്നത് കേട്ടോ. ദെൻ ഇതിന് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് നോക്കാം. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റ് കൂടും. കാരണം അവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. സോ അവരുടെ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവരുടെ കമ്മിറ്റ്മെന്റ് നമുക്ക് കിട്ടും. അവരെ ആക്സെപ്റ്റ് ചെയ്ത് കമ്മിറ്റഡ് ആയിട്ട്, കാരണം അവരും കൂടി ഇൻവോൾവ് ആണെന്നുള്ളത് അവരുടെ കമ്മിറ്റ്മെന്റ് നമുക്ക് കിട്ടും. ദെൻ സ്റ്റുഡൻസിന്റെ നോളേജ് ആൻഡ് എക്സ്പെർട്ടൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികളുടെ അറിവ് നമുക്ക് ആസ് എ ടീച്ചർ നമുക്കും കൂടി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ കുട്ടികളുടെ അറിവ് എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അതേപോലെ കുറച്ചും കൂടി പെർമനന്റ് ലേണിംഗ് ആണ് ഇവിടെ. ടീച്ചിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലേണിംഗ് പെർമനന്റ് ആവണം നിർബന്ധമല്ല. ബട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെ ആണെങ്കിൽ ആ വന്നിട്ടുള്ള നോളജ് എന്താണ്, അല്ലെങ്കിൽ ലേണിംഗ് എന്താണ്, പെർമനന്റ് ആണ്. കാരണം കുട്ടി സ്വയം കണ്ടെത്തിയതാണ്. അത് ആ കുട്ടി എന്ത് ചെയ്യില്ല, മറക്കില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ് ഇൻസ്ട്രക്ടർ വേണം. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിവുള്ള ഒരാൾ വേണം നടത്താൻ. അല്ലാന്നുണ്ടെങ്കിലോ അത് ജസ്റ്റ് ഒരു വെറും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറയായിട്ട് മാറും. ഒരു കൺട്രോൾഡ് മാനറിൽ പോവില്ല. സോ ഹൈലി സ്കിൽഡ് ഇൻസ്ട്രക്ടർ വേണം. ദെൻ പ്രിപ്പറേഷൻ, സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്ത് വന്നാലേ ഈ ഒരു മെത്തേഡ് നേരെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടികൾക്ക് അറിയണം, കുട്ടികൾ കൺസെപ്റ്റും ക്ലിയർ അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഡിസ്കഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം കുട്ടികളാണല്ലോ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ആദ്യം കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ദെൻ ലിമിറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ ലിമിറ്റ്സ് കണ്ടന്റ്, എന്താ പറയുക, ഇപ്പോൾ കണ്ടമാനം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലിമിറ്റഡ് പോർഷൻ മാത്രമേ ഡിസ്കഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കുറേ സമയം എടുക്കും. ഗ്രൂപ്പിന്റെ സൈസ് നോക്കേണ്ട ആവശ്യമുണ്ട്. വളരെ ലാർജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡിസ്കഷൻസ് പോസിബിൾ അല്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ ഡിസ്കഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, കാണാപ്പാഠം പഠിക്കാൻ നിൽക്കണ്ട. ദെൻ അത് കഴിഞ്ഞപ്പോൾ വന്നാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ആക്ച്വലി നമ്മുടെ കണ്ടന്റ് മെത്തേഡ്സ്, അതായത് കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ വരുന്നതാണ് ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഒക്കെ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ടീച്ചർ അല്ല, കമ്പ്യൂട്ടറാണ് എക്സാംസ് നടത്തുക. അതായത് കമ്പ്യൂട്ടർ ഈ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ ജസ്റ്റ് കൊടുക്കും. ആൻഡ് ആ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കമ്പ്യൂട്ടറിനെ അറിയിക്കാൻ പഠിത്തം കഴിഞ്ഞു എന്നുള്ളത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് അതിന് തരുന്ന ഉത്തരത്തിനനുസരിച്ച് ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി എന്ത്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഒരു ടീച്ചർ അല്ല ഉണ്ടാവുക, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം ഒരു കൺസെപ്റ്റ് പഠിക്കാൻ കൊടുക്കും, അതിന്റെ ബേസിൽ ചോദ്യം ചോദിക്കും. ആ തന്ന ഉത്തരത്തിന്റെ ബേസിൽ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ കുട്ടീനെ ഓൾറൗണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പരിപാടി, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡിന്റെ പരിപാടി. ദെൻ സ്റ്റഡി അസൈൻമെന്റ് മെത്തേഡ്. ഒന്നുമില്ല, എന്താ അസൈൻമെന്റ്സ് കൊടുക്കുക. അസൈൻമെന്റ്സ് കൊടുക്കുക പറഞ്ഞാൽ കുട്ടികൾ തന്നെ നമ്മൾ അസൈൻമെന്റ് ടോപ്പിക്കോട് കൊടുക്കും അല്ലേ. കുട്ടികൾ അത് അവിടെയും ഇവിടെയും പോയി റെഫർ ചെയ്ത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വന്നിട്ട് നമുക്ക് അസൈൻമെന്റ് ആയിട്ട് വെക്കുമ്പോൾ അതാണ് എന്ത്, അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കുട്ടികൾ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ടർ കുട്ടികൾ അസൈൻ ചെയ്യും. പുസ്തകങ്ങൾ, പീരിയോഡിക്കൽസ്, പ്രൊജക്ട്, റിസർച്ച് പേപ്പർ ഇതൊക്കെ വായിക്കാൻ കുട്ടികളോട് പറയും. ആൻഡ് അതിന്റെ ബേസിൽ നമ്മളൊരു ടോപ്പിക്ക് കൊടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ലേണിംഗ് ആണ്. കാരണം ഈ കുട്ടികളും ഒപ്പം ഇരുന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്. സോ കുട്ടികളും കൂടി എന്താണ്, ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ലേണിംഗ് ആണെന്ന് പറയാം. ദെൻ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അവസരം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് കുട്ടികൾ ഇത് ഡിസ്കവർ ചെയ്ത് വന്നാൽ ആ കുട്ടികൾക്ക് ഒരു ലെക്ചറിങ് അവസരം കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികൾ എന്ത് ചെയ്യും, ഇത് ക്ലാസ് എടുക്കും. സോ അതും കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് കൂടി കിട്ടും. ആൻഡ് ടു പ്രൊവൈഡ് ഓർ ക്യാപിറ്റലൈസ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസിബിലിറ്റി എക്സെട്ര. ഇൻഡിവിജ്വൽ ഡിഫറൻസുകളും അതിൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് പഠിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സോൾവ് ചെയ്യാം. എങ്ങനെ, കാരണം ഇവിടെ അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ കുട്ടിക്ക് നമ്മൾ ടോപ്പിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ടോപ്പിക്കിനെ പറ്റി കംപ്ലീറ്റ് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് റിപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടത് ആരാ, കുട്ടിയാണ്. സോ കുട്ടി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും സ്വമേധയാ കുട്ടി അന്വേഷിച്ച് പിടിച്ച് ചെയ്യണത് കാരണം കുട്ടി ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. അതാണ് സ്റ്റഡി അസൈൻമെന്റ് മെത്തേഡ് വരുന്നത്. ദെൻ ട്യൂട്ടോറിയൽ മെത്തേഡ്. ട്യൂട്ടോറിയൽ മെത്തേഡൊക്കെ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്. അതായത് 1-to-1 ടീച്ചിങ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പരസ്യം കാണാറുണ്ട് 1-to-1 ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ 1-to-1 ടീച്ചിങ്ങിനെയാണ് ബേസിക്കലി എന്ത്, ട്യൂട്ടോറിയൽ മെത്തേഡ് എന്ന് പറയുന്നത്.
മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ വിച്ച് എൻ ഇൻസ്ട്രക്ടർ വർക്ക് ഡയറക്ട്ലി വിത്ത് എൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്, ഒരു ഡയറക്ടർ അതായത് ഒരു വ്യക്തി, ഒരു പഠിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ എന്ന് അല്ലെങ്കിൽ ലെക്ചറർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ കുട്ടിയുമായിട്ട് അവ എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അതായത് 1-to-1 ലേണിംഗ് ആണെങ്കിലാണ് എന്ത് ട്യൂട്ടോറിയൽ മെത്തേഡ്. കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്, കാരണം ഒറ്റ ടീച്ചറിനൊരു കുട്ടിക്ക് നിൽക്കുന്നത്, സോ അത് എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് റെമഡിയൽ അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കെയർ ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ട്യൂട്ടോറിയൽ മെത്തേഡിന്റെ ബെനിഫിറ്റ്. അത് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ പക്കാ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, ജസ്റ്റ് വായിച്ചാൽ ആർക്കും മനസ്സിലാവുന്ന ഏരിയയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ദെൻ സെമിനാർ മെത്തേഡ് എന്തേ ഉള്ളൂ, കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക് നമ്മൾ മുൻകൂട്ടി കൊടുക്കും. ഇവിടെ അസൈൻമെന്റ് ആയിട്ട് വെക്കുകയല്ല, പകരം എന്ത് ചെയ്യണം, അവരതൊരു പേപ്പറായിട്ട് പ്രസന്റ് ചെയ്യണം. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അറേഞ്ച്മെന്റ് ഇൻവോൾവിംഗ് ദ ഇൻസ്ട്രക്ടർ ആൻഡ് ഗ്രൂപ്പ് റാദർ ദാൻ ഇൻസ്ട്രക്ഷൻ ഇൻ ഇൻഡിവിജ്വൽ. അതായത് ഇൻസ്ട്രക്ടറും ഗ്രൂപ്പും ആണ് അവിടെ ഉണ്ടാവുക. ആൻഡ് ഒരു ജനറൽ ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇവർ പ്രൊവൈഡ് ചെയ്യുക. എടുക്കേണ്ടത് ആരാണ്, കുട്ടികളാണ്. ക്ലാസ് എടുക്കാനാണെങ്കിൽ കുട്ടികളാണ് ക്ലാസ് എടുക്കേണ്ടത്. അതിനുള്ള ഒരു അവസരം മാത്രമാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാന്നാണ് സെമിനാർ മെത്തേഡിൽ വരുന്നത്. ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ട്, സെമിനാറിൽ നടക്കാൻ. ഒരു കുട്ടി കൺസെപ്റ്റുകൾ പറയും, അതിൽ ഡൗട്ടുള്ള കുട്ടികൾ അപ്പം തന്നെ ചോദിക്കും, അപ്പോൾ ആ കുട്ടി ഒന്നും കൂടി റെഫർ ചെയ്യും, എന്നിട്ട് തിരിച്ച് പറഞ്ഞു കൊടുക്കും. സോ ഈ ഒരു ലെവൽ ഓഫ് ലേണിംഗിൽ വെച്ച് കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ മറക്കില്ല എന്നാണ് പറയുന്നത് സെമിനാർ മെത്തേഡ്. അതിൻ്റെ അടുത്താണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ലാബിൽ വരുന്ന എക്സാം ഒക്കെ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലാബിന്റെ സബ്ജക്റ്റ് ആണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ തിയറി പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പ്രാക്ടിക്കലി ആ കുട്ടിക്ക് കണ്ടുപഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബേസിക്കലി ഡെമോൺസ്ട്രേഷൻ എഫക്ട്, അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ വെർ ദ ഇൻസ്ട്രക്ടർ ആക്ച്വലി പെർഫോം ആൻ ഓപ്പറേഷൻ ഓർ ഡൂയിങ് എ ജോബ് ഷോ ദ സ്റ്റുഡൻസ് ദാറ്റ് ഹൗ ടു ഡു ഇറ്റ്. ഇൻസ്ട്രക്ടർ അഥവാ പഠിപ്പിക്കുന്ന വ്യക്തിനെ എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കും ഹൗ ഇറ്റ് ഈസ് ഡൺ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഡെമോൺസ്ട്രേഷൻ. എന്തിനൊക്കെ നല്ലത്, മാനിപ്പുലേറ്റീവ് ഓപ്പറേഷൻസ്, അതേപോലെ ട്രബിൾ ഷൂട്ടിങ്ങിന്. അപ്പൊ മെയിൻ ആയിട്ട് ആലോചിച്ചോളൂ, ടെക്നിക്കൽ അഥവാ സ്കിൽ ബേസ്ഡ് ഏരിയാസിലാണ് എന്ത് വേണ്ടത്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആവശ്യമായിട്ട് വരിക. സ്കില്ല് ആവശ്യമായിട്ടുള്ള മേഖലകളിലൊക്കെ എന്ത് വേണം, ഡെമോൺസ്ട്രേഷൻ മെത്തേഡേ പറ്റുള്ളൂ. ഇപ്പൊ സ്കില്ലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാപ്പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് വിത്ത് എക്സ്പീരിയൻസ് ആ കുട്ടി നേടുന്നതാണ് അല്ലേ. സോ അതാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് വരുന്നത്. ആൻഡ് ഇനി കുറച്ചധികം മെത്തേഡ്സ് സബ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടീച്ചിങ് ടെക്നിക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, ഇവിടെ ലെക്ചർ മെത്തേഡ് ആണ്. ആൻഡ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചർ സെന്റേർഡ് ആണ്, ടീച്ചർ പറയും കുട്ടികൾ കേൾക്കും. ദെൻ കഴിഞ്ഞ് വന്നതായിരുന്നു നമ്മുടെ ഡിസ്കഷൻ മെത്തേഡ്. ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ആണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കുറച്ച് ഇൻവോൾവ്മെന്റ് കൂട്ടാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞാൽ വന്നതായിരുന്നു നമ്മുടെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ഇവിടെ ആക്ച്വലി ടീച്ചർ അല്ല, പകരം കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഒരു പോർഷൻ കുട്ടികളോട് പഠിക്കാൻ പറയുന്നു, അതിൻ്റെ പഠിച്ചതിന്റെ ബേസിൽ കുട്ടികളോട് കമ്പ്യൂട്ടറിനെ ചോദ്യം ചോദിക്കുന്ന രീതിയാണ് എന്ത്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സ്റ്റഡി അസൈൻമെന്റ്. കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുക, അവർ സ്വമേധയാ കണ്ടുപിടിച്ച് പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്ന് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക, സ്റ്റഡി അസൈൻമെന്റ് മെത്തേഡ് എന്ന് വരിക. ഇതും കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്, കുറച്ച് നല്ല മെത്തേഡാണ്. ദെൻ പിന്നെ പറഞ്ഞാൽ ട്യൂട്ടോറിയൽ 1-to-1 ടീച്ചിങ് ആണ് ട്യൂട്ടോറിയൽ വരിക. ആൻഡ് സെമിനാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മളൊരു ടോപ്പിക് കൊടുക്കുന്നു, അവർ സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു, ആൻഡ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നു.